2025 ജൂൺ മാസം 21 ബ്രസീലിലെ സാന്റാ കറ്റാർ എന്ന സംസ്ഥാനത്തെ ശാന്തമായ ഒരു പ്രഭാതം. പ്രായക്രാണ്ട എന്ന ചെറു നഗരത്തിൽ 21 പേർ, 20 യാത്രക്കാരും ഒരു പൈലറ്റും അന്നത്തെ സൂര്യോദയത്തിന്റെ ഭംഗി ആസ്വദിക്കാനായി ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറി. ആ കൂട്ടത്തിലുണ്ടായിരുന്നത് പ്രണയിച്ച് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന 2 പേർ, ഒരമ്മയും അവരുടെ കോളേജിൽ പഠിക്കുന്ന മകളും, പ്രശസ്തനായ ഒരു നേത്രരോഗ വിദഗ്ധൻ, ഒരു ഐസ് സ്കാറ്റിംഗ് ചാമ്പ്യൻ, പിന്നെ ഒരു ബാങ്ക് ജീവനക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും. ഇങ്ങനെ എല്ലാവരും ആ ബലൂണിനുള്ളിലേക്ക് കയറി. അത് പറന്നുയരാൻ ആവേശത്തോടു കൂടി എല്ലാവരും കാത്തിരുന്നു. ഈ കയറിയവരിൽ പലർക്കും അതവരുടെ ആദ്യ ബലൂൺ യാത്രയായിരുന്നു. അങ്ങനെ ആ ബലൂൺ മെല്ലെ മെല്ലെ ഉയർന്നു. 50 മീറ്റർ, 100 മീറ്റർ, അങ്ങനെ മുകളിലേക്കെത്തി അവർ താഴേക്ക് നോക്കി. വെറും ഒരു പച്ച കടൽ പോലെയായിരുന്നു അവർക്ക് തോന്നിയത്. അതിമനോഹരമായ കാഴ്ച. എല്ലാവർക്കും അതൊരു പുതുമയുള്ള കാഴ്ചയും കൂടിയായിരുന്നു. ഉടൻ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഭാവിയെക്കുറിച്ച് എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടുള്ള യാത്ര അങ്ങനെ പറന്നുകൊണ്ടിരുന്നു. പക്ഷെ ആ യാത്ര കുറേയേറെ പേരുടെ ജീവിതത്തിലെ അവസാന യാത്രയായിരിക്കുമെന്ന് ആരും കരുതിയില്ല. ഇപ്പൊ സമയം ഏകദേശം 8 മണി. ബലൂൺ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബലൂണിന്റെ ടോർച്ച് ഭാഗത്ത് ഒരു തീപിടുത്തമുണ്ടായി. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ വേഗത്തിൽ ആ തീ പടരാനും തുടങ്ങി. ബലൂണിന്റെ താഴെ ഭാഗം തീ കൊണ്ട് ചൂടാകാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് തിളങ്ങിയ കണ്ണുകളിലെല്ലാം ഇപ്പോ പെട്ടെന്ന് ഭയം വന്ന് നിഴലിക്കാൻ തുടങ്ങി. പൈലറ്റായ ഹെക്ടർ ആദ്യം ഇത് ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നീട് അതിലുണ്ടായിരുന്ന യാത്രക്കാരൻ പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, തീയാണെന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ ബ്ലോ ടോർച്ചിൽ നിന്നുള്ള തീ ബാസ്ക്കറ്റിലെ ചണക്കയറിലേക്ക് പടരാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന ചിലർ തീയിലേക്ക് വെള്ളമെടുത്ത് ഒഴിക്കാൻ തുടങ്ങി. മറ്റു ചിലർ അവർ ധരിച്ചിരുന്ന ചെരുപ്പുകൾ ഊരി ആ തീക്ക് മുകളിൽ അടിക്കാൻ തുടങ്ങി. പക്ഷെ ആ തീ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ തന്നെ എല്ലാ ഇടങ്ങളിലേക്കും പടർന്നു. ഇപ്പൊ പൈലറ്റായ ഹെക്ടർ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, ചാടുക ചാടുക, ഉയരം 30 മീറ്റർ മാത്രമാണ്, ചാടിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. പക്ഷെ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ലായിരുന്നു. എങ്കിലും 5 പേർ ഭയം കയ്യിൽ പിടിച്ചുകൊണ്ട് ചാടി. ഒരാൾക്ക് കാൽ മുറിഞ്ഞു, മറ്റൊരാൾ ചെടികൾക്കിടയിലേക്ക് വീണു. പരിക്കുകളോടുകൂടി അവരും രക്ഷപ്പെട്ടു. എങ്കിലും അതൊരു അത്യാഹിത അവസ്ഥയായിരുന്നു. ചിലർ ഭയപ്പെടാതെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ചിലർക്ക് അതിന് സമയം പോലും ഇല്ലായിരുന്നു. അപ്പോഴേക്കും ബലൂൺ തീയിൽ കത്തിക്കൊണ്ടിരിക്കെ താഴേക്ക് പതിക്കാനും തുടങ്ങിയിരുന്നു. ആ ബലൂൺ താഴേക്ക് വീഴുന്നതിന് മുൻപ് ചിലർ തിരഞ്ഞെടുത്തത് സാഹസികമായി ആ ബലൂണിൽ നിന്നും താഴേക്ക് ചാടാനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ അപ്പോഴും ആ ബാസ്ക്കറ്റിൽ 8 പേർ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അഗ്നിജ്വാലകൾ ആ ബലൂണിന്റെ വാതിലുകളെല്ലാം മൂടിയിരുന്നു. അടുത്ത 30 സെക്കൻഡിനുള്ളിൽ തന്നെ മരവിച്ചതുപോലെ ആ ബലൂൺ പൂർണ്ണമായും നിലത്തേക്ക് വന്നു വീണു. 4 പേർ ജീവനോടെ ആ തീയിൽ കുടുങ്ങി. 4 പേർ വീഴ്ചയിൽ തന്നെ മരിച്ചു. താഴെ നിൽക്കുന്നവർ ദയനീയമായ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ കാണുന്ന ഒരവസ്ഥ. അവർ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ 2 പേർ തീ പിടിച്ച് ആകാശത്തിൽ നിന്നും താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. തടിയും തുണിയും എല്ലാം കത്തി എരിയുന്ന ഒരു നഗരഗോളം പോലെയായിരുന്നു അവർക്ക് തോന്നിയത്. ചില സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എല്ലാം അവസാനിച്ചു. എന്നാൽ അവിടെയും ഒന്നും തീർന്നില്ല. അവസാന ചില രംഗങ്ങൾ ഇതായിരുന്നു എല്ലാവരെയും വേദനിപ്പിച്ചത്. 2 ദമ്പതികളുടെ കത്തിക്കരിഞ്ഞ ആ ശരീരം അവർ കെട്ടിപ്പിടിച്ചൊരു നിലയിലായിരുന്നു. ഇനി അതിലുണ്ടായിരുന്ന അമ്മ മകളെ തൻ്റെ ശരീരത്താൽ മൂടുന്ന രീതിയിലായിരുന്നു അവരുടെ ശരീരങ്ങളുടെ ആ ഒരു കിടപ്പ്. താൻ കത്തിയെറിഞ്ഞാലും പ്രശ്നമില്ല, തൻ്റെ മകളെങ്കിലും രക്ഷപ്പെടണമെന്ന അമ്മ അവസാന സെക്കൻഡ് വരെയും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് ആ തീയൊന്നും തൻ്റെ മകളിലേക്ക് എത്താതിരിക്കാൻ ആ അമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ അവസാന നിമിഷത്തിൽ. എന്നാൽ അതും സാധിച്ചില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ചുറ്റുമുള്ള ഗ്രാമവാസികൾക്ക് കരച്ചിലടക്കാനേ ആയില്ല. ഹൃദയം പിളരുന്ന രംഗമായിരുന്നു അത്.
അവിടെ അന്വേഷണത്തിനായി എത്തിയ പോലീസ് മേധാവി പറഞ്ഞത് തന്റെ ആത്മാവിനെ തന്നെ അത് വേദനിപ്പിച്ചുവെന്നാണ്. അദ്ദേഹത്തിന്റെ ട്വീറ്റും അങ്ങനെയായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം റെസ്ക്യൂ വർക്കേഴ്സും അവിടെ എത്തിയിരുന്നു. ബലൂൺ താഴേക്ക് വീഴുന്നതിന് കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ സമീപത്തെ കർഷകരും വിനോദസഞ്ചാരികളെല്ലാം അവിടേക്ക് ഓടിയെത്തി. തുടർന്ന് ദുരന്ത നിവാരണ സംഘവും സ്ഥലത്തെത്തി. അവർക്ക് മുൻപിൽ കണ്ടതും കത്തിയെരിഞ്ഞ ബലൂൺ കൂമ്പാരം, വസ്ത്രം കരിഞ്ഞുപോയ കത്തിപ്പോയ യാത്രക്കാർ. ചിലർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിലത്ത് കിടക്കുകയാണ്. മറ്റു ചിലർ വേദനയാൽ പുളയുന്നുണ്ട്. റെസ്ക്യൂ ടീം നേരത്തെ എത്തിയത് കാരണം 13 പേരെ അതിവേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹെലികോപ്റ്ററുകളും ആംബുലൻസുകളും വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ ആർക്കും ആരാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും തുടക്കത്തിൽ വ്യക്തമായില്ല. ഇതിൽ രക്ഷപ്പെട്ട ഒരു യുവതി പറഞ്ഞത്, ഞാൻ വീണത് ഒരു മൃദുവായ മണ്ണിലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്ന് വളരെ വേദനയോടുകൂടി തന്നെ പറഞ്ഞു. അവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ റെസ്ക്യൂ വർക്കേഴ്സിന് പോലും അത് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു. അവർ ജീവനോടെ കത്തി മരിച്ചു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ രക്ഷപ്പെട്ടവരിൽ ചിലർ പിന്നീട് പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, പിന്നീട് ചാടാമെന്ന് ഉറപ്പിച്ചു, ചാടുകയും ചെയ്തു. ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ വന്ന ആളുകൾ ഇപ്പോഴും ആശ്ചര്യത്തിലാണ്. ഒരു യുവതിയുടെ കണ്ണിൽ അമിത വേദനയും ഭീതിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ തീയിൽ കത്തി എരിയുമെന്നാണ് കരുതിയതെന്നും അവർ പറയുന്നു. ഈ സംഭവത്തിന് ശേഷം ബ്രസീലിലെ വ്യോമയാന വകുപ്പ് ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ ബലൂൺ ഓപ്പറേറ്റ് ചെയ്ത സോബ്രിവോർ എന്ന കമ്പനിയുടെ എല്ലാ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. അപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ചോദ്യം, ഈ അപകടം എങ്ങനെ സംഭവിച്ചു? ഇനി ഇങ്ങനൊരു അപകടം സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതെങ്ങനെ തടയാമെന്നാണ്. സത്യത്തിൽ ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ ഇതിന് പുറകിലുള്ള അന്വേഷണങ്ങളും ആരംഭിച്ചു. ഈ ബലൂണിന്റെ തീപ്പൊരി സംവിധാനത്തിലെ പിഴവായിരുന്നു ഇങ്ങനൊരു ദുരന്തത്തിന് കാരണമായത്. ബ്രസീലിൽ ഈ ഹോട്ട് എയർ ബലൂൺ യാത്രക്കാർക്ക് കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഇവിടെ വെളിപ്പെടുത്തിയൊരു വാസ്തവം തന്നെ. ഇനി പൈലറ്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്, തീ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഉയരം ഞങ്ങൾ കുറച്ചിരുന്നു, യാത്രക്കാരോട് ചാടാനും ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ ചിലർക്ക് ചാടാൻ കഴിഞ്ഞില്ല എന്ന്. വല്ലാതെ വേദനിപ്പിക്കുന്നത്, ഈ അപകടത്തിൽ മരിച്ചവർ കുടുംബസമേതം വന്നവരായിരുന്നു. ചിലയിടങ്ങളിൽ അവരുടെ അവസാന ഫോട്ടോസ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചിരിച്ചു കാണുന്ന മുഖങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇല്ലാതെയായി. എല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു യാത്രക്കാരന്റെ ഭാര്യ പറഞ്ഞത്, അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രയായിരിക്കും ഇതെന്ന്. അദ്ദേഹത്തിന്റെ ഫോൺ കോളിനായി ഞാൻ കാത്തിരുന്നു, പക്ഷേ എന്നെ തേടിയെത്തിയത് ഒരു ദുരന്ത വാർത്തയായിരുന്നു എന്ന്. അന്ന് രക്ഷപ്പെട്ട ഒരാൾ ഉറങ്ങുമ്പോൾ ഇപ്പോഴും തന്റെ കൺമുൻപിൽ ആ ഒരു സംഭവം വന്നു പോകുന്നു, തനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ മരിച്ച 8 പേരുടെയും കുടുംബങ്ങൾക്ക് ശേഷിക്കുന്നത് ഒരു ചാരത്തിട്ട പെട്ടിയും കരഞ്ഞു തീർക്കാൻ കുറെ ഓർമ്മകൾ മാത്രമാണ്. ബ്രസീലിയൻ ഏവിയേഷൻ അതോറിറ്റി ഈ ഹോട്ട് എയർ ബലൂൺ യാത്രകളെ ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ പോലും റെഗുലേറ്ററി നിയന്ത്രണങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. എല്ലാ നിയമങ്ങളും പാലിച്ചു എന്നൊക്കെ അവർ പറഞ്ഞാലും പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആ കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇതുപോലൊരു സംഭവം ഇതിനു മുൻപും നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 6 ദിവസത്തിനുള്ളിൽ ഇത് 2ാമത്തെ മാരകമായ ഒരു ബലൂൺ അപകടമാണ്. ജൂൺ 15-ന് സാവപോളിലും ഇതുപോലൊരു മരണം സംഭവിച്ചിരുന്നു. എന്നാൽ ഇതിലും ക്രൂരമായൊരു സംഭവമായിരുന്നു ഒരാഴ്ചയ്ക്ക് മുൻപ് അഹമ്മദാബാദിൽ ഫ്ലൈറ്റ് ക്രാഷിലൂടെ സംഭവിച്ചത്. 241 പേരായിരുന്നു ആ വിമാനത്തിനുള്ളിൽ കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറിയത്. ആ ദുഃഖത്തിൽ നിന്ന് പോലും നമുക്ക് ഇതുവരെയും കരകയറി വരാൻ സാധിച്ചിട്ടില്ല. ഒരു ട്രോമ പോലെ ഇന്നും നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും 2025 ഒരു ദുരന്ത വർഷം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇവിടെ ഈ വിമാനം അല്ലെങ്കിൽ ബലൂൺ എന്നല്ല, ഇവിടെയുള്ള കുറവുകൾ, കാറ്റിന്റെ ആ പ്രതിഭാസം, മനുഷ്യന്റെ പിഴവുകൾ, യന്ത്രത്തിന്റെ തകരാറുകൾ, ഇവ എല്ലാവരെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നതാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഇതൊരു വാർത്ത മാത്രമായിരിക്കും, എന്നാൽ ഇതിൽ ബാധിക്കപ്പെട്ടവരുടെ അവസ്ഥ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇനിയിപ്പോ ഈ അപകടങ്ങളൊക്കെ ഭൂമിയിലോ ആകാശത്തിലോ എവിടെ സംഭവിച്ചാലും ഈ അപകടങ്ങളെല്ലാം മനുഷ്യജീവന്റെ മൂല്യം തുറന്നു കാണിക്കുന്നതാണ്. അതിപ്പോ ഹോട്ട് എയർ ബലൂണിൽ സംഭവിച്ചതും ഫ്ലൈറ്റ് ക്രാഷിൽ സംഭവിച്ചതും ഇതിൽ ചില വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നാലും അതിലെ വേദനകൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ അപകടങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ, ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നാം ഈ പറക്കുന്നത് ആകാശത്തിലേക്കാണോ നാശത്തിലേക്കാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. ഇതിനിടയിലെ ഒരു ചെറിയ സുരക്ഷാ പിഴവാണ് നിരവധി ജീവനുകളെ തകർക്കുന്നത്. ഒരു ബലൂണിന്റെ തീയിൽ അകപ്പെട്ടതോ ഒരു വിമാനം കത്തി എരിഞ്ഞതോ നഷ്ടപ്പെട്ടത് ഒരേപോലുള്ള ഹൃദയങ്ങളാണ്, ഒരേപോലുള്ള ജീവിതങ്ങളുമാണ്. അതിനാൽ ഈ അപകടങ്ങൾ ഒരിക്കലും മുൻകൂട്ടി എഴുതപ്പെടാറില്ല.
അവയൊക്കെ വെറും ഒരു നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതാണ്. ഒരു വിനോദയാത്ര എന്നത് ആരുടെയും മനസ്സിൽ വളരെ ആശ്വാസം നൽകുന്ന ഒരു അനുഭവമായിരിക്കും. അതിങ്ങനെ ഒരു ദുരന്തമായി മാറിയപ്പോൾ നമ്മൾ ഓർക്കേണ്ടതൊക്കെ ഈ സുരക്ഷയുടെ പ്രാധാന്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്താലും മുൻകരുതലുകൾ അത്യാവശ്യമാണ്. നമ്മുടെ ജീവനും അത്രയേറെ വിലപ്പെട്ടതാണ്. ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2025 തുടങ്ങിയപ്പോൾ മുതൽ യുദ്ധത്തെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും മാത്രം കേട്ടുകൊണ്ടിരുന്ന നമുക്ക് ഇനിയെങ്കിലും നല്ലൊരു വാർത്ത കേൾക്കാൻ ഇടയാകട്ടെ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടാതെ ഈ യുദ്ധങ്ങളെക്കുറിച്ചും വാർ അപ്ഡേറ്റ്സ്, അതുപോലെ ലോകത്തിൽ നടക്കുന്ന ലോക രാഷ്ട്രീയം, പൊളിറ്റിക്സ്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും കേൾക്കാനും ആഗ്രഹമുള്ളവരാണ് നിങ്ങളിൽ ചിലരെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ തന്നെ വോയിസ് ഓഫ് വിക്കി എന്ന മറ്റൊരു ചാനലുണ്ട്. നിങ്ങൾക്ക് ആ ചാനൽ ഫോളോ ചെയ്യാം. കൂടുതലായിട്ടുള്ള വാർ അപ്ഡേറ്റ്സും വേൾഡ് പൊളിറ്റിക്സും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ സാധിക്കും. ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.